അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. നമ്മുടെ ഹാജിമാർ ഇപ്പോൾ എത്തിയിരിക്കുന്നത് പരിശുദ്ധമായ അറഫയിലെ ഹാർട്ട് ഓഫ് അറഫയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാകുന്ന ജബലുർ റഹ്മ പർവ്വതത്തിൻ്റെ താഴ്വരയിലാണ്. ഹാജിമാരൊക്കെ ജബലുർ റഹ്മ കയറിക്കൊണ്ടിരിക്കുകയാണ്. മഹാനായ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഹജ്ജത്തുൽ വദാഇൻ്റെ പ്രസംഗം നടത്തിയ ലഅല്ലി ലാ അൽകാക്കും ബഅദ ആമി ഹാദാ, മാനവ സമൂഹത്തിൻ്റെ മാതൃകാ പുരുഷന്മാരായ സ്വഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹും അവരെ സാക്ഷി നിർത്തി അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വഹാബത്തെ, ഒരു പക്ഷേ അടുത്ത വർഷം നമ്മൾ കണ്ടില്ല എന്ന് വന്നേക്കാം. അതുകൊണ്ട് കുല്ലുക്കും മിൻ ആദം വ ആദമു മിൻ തുറാബ്, നിങ്ങളെല്ലാം മണ്ണിൽ നിന്നുള്ളതാണ്. ആദമിനെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് മണ്ണിൽ നിന്നാണെന്നും അറബിക്ക് അനർബിയേക്കാൾ സ്ഥാനമില്ല, വെളുത്തവന് കറുത്തവനേക്കാൾ സ്ഥാനമില്ല എന്ന പ്രസംഗം നടത്തി മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ അറഫാ പ്രസംഗം നടത്തിയ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വറളിതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, 23 വർഷത്തെ ദിവ്യ സന്ദേശങ്ങൾ ഇന്നിവിടെ പൂർത്തീകരിക്കുകയാണെന്ന് പറഞ്ഞ് അള്ളാൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറഫാ പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ മഹാന്മാരായ സ്വഹാബത്തെ കിറാം എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഫൽയുബല്ലിഗുനു ഷാഹിദുൽ ഗായിബ, സ്വഹാബത്തെ, ഈ സന്ദേശങ്ങൾ ഇവിടെ ഉള്ളവർ ഇല്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് പ്രഖ്യാപനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്തിൻ്റെ വ്യത്യസ്ത ദിക്കുകളിലേക്ക് ഇസ്ലാമിക പ്രബോധനവുമായി മഹാന്മാരായ സ്വഹാബത്തെ കിറാം വന്ന സംഭവം നമ്മൾ കേട്ടതാണ്. അതെല്ലാം നടന്ന, ആ പ്രസംഗം നടത്തിയ ആ സ്ഥലത്താണ് ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. കുടുംബങ്ങൾ, ബന്ധപ്പെട്ടവരെല്ലാവർക്കും അള്ളാഹു ഖൈറും ബറക്കത്തും നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.